ഈ ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനം എല്ലാ കാര്യത്തിനും ഇപ്പോൾ കോൺഗ്രസിനെ അടിക്കാനുള്ളൊരു വടിയായിട്ട് മുസ്ലിം ലീഗിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത് നമ്മുടെ ജയിച്ച അന്ന് തന്നെ, അന്ന് ആ സെക്കൻഡിൽ ജയിച്ചു എന്ന് ഏകദേശം ഉറപ്പിക്കുന്ന 95 സീറ്റായി എന്ന് ഉറപ്പിക്കുന്ന സമയത്ത് തന്നെ ബി ജെ പിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ നിന്ന് നമ്മുടെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇരുന്ന് ചെണ്ട കൊട്ടുന്നു, പുറകിൽ നിന്ന് വി ഡി സതീശൻ ഇങ്ങനെ ആക്കുന്നു. എന്നിട്ട് അതിൻ്റെ ആഖ്യാനം അവർ എഴുതിയിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് പാണക്കാട് എന്നാണ്, കോൺഗ്രസിന് യാതൊരു വിലയുമില്ല, മുസ്ലിം ലീഗാണ് ഭരിക്കാൻ പോകുന്നത് എന്നുള്ള രീതിയിലാണ് അവതരിപ്പിച്ചത്. അതുപോലെ തന്നെ അതുമായിട്ട് തന്നെ ചേർത്ത് വായിക്കേണ്ട വേറൊരു കാര്യം, ഫിഷറീസ് വകുപ്പും ഉന്നത വിദ്യാഭ്യാസവും മുസ്ലിം ലീഗിന് കൊടുക്കാൻ പാടില്ല, മുസ്ലിം ലീഗ് കൊടുത്താൽ അവിടെ എന്തോ വലിയ വർഗീയത അടിഞ്ഞാടാൻ പോകുന്നു എന്നുള്ള രീതിയിലുള്ള ബി ജെ പിയുടെ ഇത്തരത്തിലുള്ള മുസ്ലിം ലീഗിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് മുസ്ലിങ്ങൾക്കെതിരെ അല്ലെങ്കിൽ വർഗീയപരമായിട്ട് കേരളത്തിലെ വിഭജിക്കാനുള്ള ആ ഒരു തന്ത്രത്തെ സാർ എങ്ങനെയാണ് നോക്കി കാണുന്നത്? അല്ല, അത് സ്വാഭാവികമല്ലോ. ബി ജെ പിയെ സംബന്ധിച്ചുള്ള എതിർഭാഗത്ത് മുസ്ലിങ്ങളെ അപരവൽക്കരിക്കുക എന്നുള്ള അവരുടെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ താങ്കൾ പറഞ്ഞ രീതിയിലല്ല ഈ സംഭവം. ഒന്ന്, സതീശൻ മുഖ്യമന്ത്രിയായപ്പോഴാണ്. സതീശൻ മുഖ്യമന്ത്രി ആകുമ്പോൾ പാണക്കാട് തങ്ങളും ഇദ്ദേഹത്തിന്റെ കൈ പിടിച്ചിങ്ങനെ ഉയർത്തും. ബോക്സിങ്ങിലൊക്കെ ജയിച്ചാളുടെ കൈ പിടിച്ച് നോക്കും എന്ന പോലെ കൈ പിടിച്ച ആ സമയത്താണ് സതീശനെ വെച്ചിട്ടാണ് ഇവർ കുഞ്ഞാലിക്കുട്ടിയും സാദിഖ് അലി തങ്ങളും. അത് മാത്രമല്ല, മറ്റേ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഫിഷറീസും പറഞ്ഞ ലത്തീൻ സഭ അല്ല, പക്ഷെ സഭയാണ് ആവശ്യപ്പെട്ടത്. അല്ല, അതിനെ വളരെ തന്ത്രപരമായി ഷോൺ ജോർജും PC ജോർജും കൃത്യമായിട്ട് അതിനെ മുസ്ലിം ലീഗിലേക്കും മുസ്ലിങ്ങളിലേക്കും എത്തിക്കാനുള്ള ശ്രമം ഷോൺ ജോർജിന്റെ ഭാഗത്ത് നിന്ന് നടന്നു. അത് സ്വാഭാവികമായിട്ട് ചെയ്യും. അവരെ സംബന്ധിച്ചോളം അത് BJP വൈസ് പ്രസിഡന്റും കൂടിയാണ്. അപ്പം പുള്ളി പറയുന്ന വാക്കുകൾക്ക് വിലയുണ്ട്. പണ്ടത്തെ ഈരാറ്റുപേട്ടയിലുള്ള ഒരു ഷോൺ ജോർജ് അല്ലല്ലോ, ഇന്ന് ഇപ്പോൾ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്ന വാക്കുകൾ ജനങ്ങൾ കേൾക്കുന്നു. അല്ല, അവരെ സംബന്ധിച്ചോളം ആ രീതിയിലുള്ള ഒരു പ്രചരണം അനിവാര്യമാണ്. അതുകൊണ്ട് മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല, ഈ BJP രൂപീകരിക്കുന്ന കാലത്തുള്ള അതിന്റെ സിദ്ധാന്തമൊന്നുമില്ല. 1980-ലാണ് ഞാനത് പ്രീഡിഗ്രി പഠിക്കുന്നത്. BJPയുടെ അഞ്ചിന പരിപാടിയാണ്. 1 ജനാധിപത്യം, 2 മതേതരത്വം. ഇപ്പം അത് BJPക്കാർക്ക് പോലും ഓർമ്മയുണ്ട്. ജനാധിപത്യം, മതേതരത്വം, പിന്നെ ദേശീയോത്ഗ്രഥനം, നാഷണൽ ഇന്റഗ്രേഷൻ, 4 ഗാന്ധിയൻ സോഷ്യലിസം. സൂപ്പർ, ഗാന്ധിനെ വെടിവെക്കുന്ന ടീമാണ്. 5 മൂല്യാധിഷ്ഠിത രാഷ്ട്രീയം, വാല്യൂ ബേസ്ഡ് പൊളിറ്റിക്സ്. ഈ 5 സിദ്ധാന്തങ്ങളാണ്. അപ്പൊ അന്ന് തന്നെ ഇതിനകത്ത് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇത് വാജ്പേയി കൊടുത്ത ആശയമാണ്. വാജ്പേയി ഒരു നെഹ്റുവിയൻ ചിന്താധികാരനാണ്. വാജ്പേയി എത്ര പ്രശ്നം BJPയിലെ ഒരു നെഹ്റു ആയിരുന്നു.